The definition of chi-square distribution and degrees of freedom. What do you mean by degrees of freedom and moments of chi-square distribution? Mean, variance, moments generating function. അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ chi-square distribution എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ മീൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു മീൻ ഓഫ് chi-square distribution? chi-square distributionൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ n ആയിരുന്നു. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2n ആയിരുന്നു. അതിൻ്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 - 2t all raised to -n/2n. ഇത് നമ്മൾ ഈ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അഡിറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു. അതെന്തായിരുന്നു? chi-square ഡിസ്ട്രിബ്യൂഷൻസ്, രണ്ട് chi-square ഡിസ്ട്രിബ്യൂഷൻസ് എടുത്തു വന്ന് chi1 സ്ക്വയറും chi2 സ്ക്വയറും. chi1 ഡിസ്ട്രിബ്യൂഷൻ ഫോളോസ് വിത്ത് n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, chi2 സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഫോളോസ് വിത്ത് n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എങ്കിൽ chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതൊരു chi-square ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് n1 + n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും നോട്ട്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. നെക്സ്റ്റ് നമുക്കുള്ളതാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ. സാമ്പിൾ വേരിയൻസ് ആയിട്ടുള്ള എസ് സ്ക്വയറിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? ഓക്കെ, ദറ്റ് ഈസ് ലെറ്റ് x1, x2, etc. xn be a random sample drawn from a normal population n of mu sigma. Let x bar be the sample mean and s square be its variance. We can consider the random observations as independent and normally distributed random variables with mean equal to mu and variance is equal to sigma square. നമ്മൾ n ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് നമ്മൾ എടുത്തു, x1, x2, etc. xn. അതിനെല്ലാം മീൻ എന്തായിരിക്കും? മ്യൂ ആണ്. വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. ദെൻ നമ്മളെടുത്തു എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ മീൻ ആണ്. അതുപോലെ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരിയൻസ് ആണ്. ദറ്റ് ഈസ് xi ഫോളോസ് n ഓഫ് മ്യൂ സിഗ്മ. അതായത് xiകളൊക്കെ എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു വിത്ത് മീൻ ഈക്വൽ ടു മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ, വേർ i ഈക്വൽ ടു 1, 2, 3, etc. n. ഇവിടെ xiകളൊക്കെ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ആണ്. Okay, therefore xi minus mu by sigma follows n of 0, 1. Okay, xi minus mu by sigma എന്തായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് മീൻ 0യും വേരിയൻസ് 1 എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. Then xi minus mu by sigma the whole square follows chi-square of 1 degrees of freedom. Then summation I equal to 1 to n xi minus mu by sigma the whole square follows chi-square of n degrees of freedom. അഡിറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് അല്ലേ, നമുക്കറിയാം xi മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എങ്കിൽ സമ്മേഷൻ i ഈക്വൽ ടു 1 to n ടൈംസ് നമ്മൾ സം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 + 1 + എക്സെട്ര എത്ര ടൈംസ് n ടൈംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും? അത് ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് chi-square ഓഫ് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമ്മൾ പറഞ്ഞു chi1 സ്ക്വയർ പറഞ്ഞാൽ n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, chi2 സ്ക്വയർ ആണ് n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എങ്കിൽ chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയർ ആണ് എന്തായിരിക്കും? n1 + n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അതുപോലെ ഇവിടെ i ഈക്വൽ ടു 1 to n ടൈംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ 1 + 1 + എക്സെട്ര 1 അറിയുമ്പോൾ n ടൈംസ് 1 അറിയുമ്പോൾ 1 × n, ദാറ്റ് ഈസ് n. ഇപ്പോൾ ഇതായിരിക്കും ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ആൾസോ വി നോ ദാറ്റ് എക്സ് ബാർ ഫോളോസ് n ഓഫ് മ്യൂ സിഗ്മ ബൈ റൂട്ട് n ആയിരിക്കും നമുക്കറിയാം അല്ലെ. സാമ്പിൾ മീനിനൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് മീൻ ഈക്വൽ ടു മ്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് n ആയിരിക്കും. Then x bar minus mu by sigma by root n follows n of 0, 1. Okay, അപ്പോൾ x bar minus mu by sigma by root n എന്തായിരിക്കും? ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിൻ്റെ മീൻ എന്തായിരിക്കും? 0യും വേരിയൻസ് 1 ആയിരിക്കും. അപ്പോൾ സാമ്പിൾ മീനിൻ്റെ മീൻ എന്തായിരിക്കും? 0യും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ മീൻ എന്തായിരിക്കും? വേരിയൻസ് എന്തായിരിക്കും? 1 ആയിരിക്കും. Therefore x bar minus mu by sigma by root n the whole square follows chi-square with 1 degrees of freedom ആയിരിക്കും. x bar minus mu by sigma by root n എന്തായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് 0, 1 ആയിരിക്കും അതിൻ്റെ മീനും വേരിയൻസ് വരിക. പക്ഷേ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ദി ഹോൾ സ്ക്വയർ എന്തായിരിക്കും? ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, നൗ കൺസിഡർ ദി എക്സ്പ്രഷൻ സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. നമുക്ക് എന്ത് പറ്റും? ഒരു എക്സ് ബാർ നമ്മളിവിടെ ആഡ് ചെയ്യുക, ഒരു എക്സ് ബാർ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ പ്ലസ് എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. നമ്മൾ എന്ത് ചെയ്തു? ഒരു എക്സ് ബാർ ഇവിടെ ആഡ് ചെയ്തു, ഒരു എക്സ് ബാർ നമ്മൾ മൈനസ് ചെയ്തു. ഓക്കെ, നമ്മൾ സമ്മേഷൻ്റെ സിഗ്മയുടെ പ്രോപ്പർട്ടീസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനും സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 × എക്സ് ബാർ മൈനസ് മ്യൂ ഇൻറ്റു സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ പ്ലസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to n എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ, xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ മീൻ ആയിരിക്കും. അത് എസ് സ്ക്വയർ സാമ്പിൾ വേരിയൻസ് ആയിരിക്കും, എസ് സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് എന്ത് വരും? n × എസ് സ്ക്വയർ പ്ലസ് 2 × എക്സ് ബാർ മൈനസ് മ്യൂ ഇൻറ്റു 0 പ്ലസ് n × എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ എന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അത് നമ്മൾ n ടൈംസ് ആഡ് ചെയ്യാനാൽ n × എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈ സെൻറ്റർ വരുന്ന ടേം മൊത്തം 0 പോകും. ബാക്കി എന്ത് വരും? n എസ് സ്ക്വയർ പ്ലസ് n × എക്സ്
എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വന്നു? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? n s സ്ക്വയർ പ്ലസ് n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ ആണ്. പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ദി ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു ഇതാണ്. ദെൻ ബൈ സിഗ്മ എല്ലാത്തിനും എന്ത് ചെയ്യുക? സിഗ്മ സ്ക്വയർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡിങ് ഈച്ച് ടേം ബൈ സിഗ്മ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് വരും? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു n s സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ പ്ലസ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ദി ഹോൾ സ്ക്വയർ. എല്ലാത്തിനും സിഗ്മ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ സിഗ്മ സ്ക്വയർ ഡിവൈഡ് ചെയ്യും. ഇവിടെ n ബൈ സിഗ്മ സ്ക്വയർ ആക്കി മാറ്റി നമുക്ക് സിഗ്മ ബൈ റൂട്ട് n ആക്കി നമ്മൾ എഴുതി. എന്നിട്ട് എല്ലാത്തിനും ഉള്ളിലേക്ക് എടുത്തിട്ട് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ദി ഹോൾ സ്ക്വയർ. എങ്ങനെ നമുക്ക് കിട്ടിയത്? ബൈ ഡിവൈഡിങ് ഈച്ച് ടേം ബൈ സിഗ്മ സ്ക്വയർ. ദെൻ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് കൈ സ്ക്വയർ ഓഫ് n ഈക്വൽ ടു എന്താണ്? n s സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ പ്ലസ് കൈ സ്ക്വയർ ഓഫ് 1 ആണ്. നമ്മൾ പറഞ്ഞു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ദി ഹോൾ സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ ഓഫ് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ദി ഹോൾ സ്ക്വയർ ഫോളോസ് എ കൈ സ്ക്വയർ ഓഫ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമ്മൾ പറഞ്ഞു. ഇത് നമുക്ക് ഈ എക്സ്പാൻഷൻ നമുക്ക് എന്താ പറ്റും? കൈ സ്ക്വയർ ഓഫ് n ഈക്വൽ ടു എന്ത് വരും? n s സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ പ്ലസ് കൈ സ്ക്വയർ ഓഫ് 1 വരും. Okay, here we have seen that the LHS follows chi-square of n. So by additive property of chi-square distribution, we have n s square by sigma square follows chi-square of n minus 1 degrees of freedom. നമ്മൾ പറഞ്ഞു കൈ സ്ക്വയർ ഓഫ് n എന്ന് പറഞ്ഞാൽ എത്രയാണ്? n s സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന്റെ കൂടെ കൈ സ്ക്വയർ ഓഫ് 1 ആഡ് ചെയ്താൽ. അപ്പോൾ കൈ സ്ക്വയർ ഓഫ് n നമ്മൾ കൈ സ്ക്വയർ ഓഫ് 1 നമ്മൾ ഒഴിവാക്കും. അതായത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കുന്ന 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? n മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n s സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്തായിരിക്കും? n മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോളോ ചെയ്യുന്ന ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് n s square by sigma square follows chi-square with n minus 1 degrees of freedom. Therefore, the probability density function of chi-square distribution with n minus 1 degrees of freedom is given by f of n s square by sigma square equal to half all raised to n minus 1 by 2 divided by gamma of n minus 1 by 2 e raised to minus n s square by 2 sigma square into n s square by sigma square all raised to n minus 1 by 2 minus 1 where 0 less than or equal to n s square by sigma square less than or equal to infinity. Then നമ്മളുടെ n s square by sigma square ന് പകരം നമ്മൾ u പുട്ട് ചെയ്യുന്നു. Then du by ds square എന്തായിട്ട് വരും? n by sigma square വരും. Then this f of s square നമ്മൾ എന്ത് ചെയ്തു? n s square by sigma square നമ്മൾ u ഈക്വൽ ടു എന്ത് ചെയ്തു? n s സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. ദെൻ എഫ് ഓഫ് എസ് സ്ക്വയർ എന്ത് വരും? എഫ് ഓഫ് യു ഇൻറ്റു മോഡ് ഡി യു ബൈ ഡി എസ് സ്ക്വയർ നമുക്കറിയാം. എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യു എന്ന് പറഞ്ഞാൽ എന്താണ്? n s സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ആണ്. അതിൻ്റെ കൂടെ മോഡ് ഡി യു ബൈ ഡി എസ് സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യുക. ഡി യു ബൈ ഡി എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ n ബൈ സിഗ്മ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്യുക. Then 1 by 2 all raised to n minus 1 by 2 divided by gamma of n minus 1 by 2 e raised to minus n s square by 2 sigma square into n s square by sigma square all raised to n minus 1 by 2 minus 1 into n by sigma square. ഈ n by sigma square എന്താണ്? നമ്മൾ du by ds square equal to n by sigma square നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ n ബൈ സിഗ്മ സ്ക്വയർ ഉണ്ട്. ഇവിടെ n ബൈ സിഗ്മ സ്ക്വയർ ഓൾ റേസ് ടു ഒരു മൈനസ് ഉണ്ട്. അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ഇവിടെ n s സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഓൾ റേസ് ടു n മൈനസ് 1 ബൈ 2 ഉണ്ട്. ഇവിടെ 1 ബൈ 2 ഓൾ റേസ് ടു n മൈനസ് 1 ബൈ 2 ഉണ്ട്. ഓക്കെ, നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നാക്കി മാറ്റാൻ പറ്റും. That is equal to n by 2 by sigma square all raised to n minus 1 by 2 divided by gamma of n minus 1 by 2 e raised to minus ns square by 2 sigma square. ns square by sigma square നമ്മൾ പറഞ്ഞ എന്താണ്? യു ആണെന്ന് പറഞ്ഞു അല്ലേ? n s സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ യു ആണ്. ഇത് നമുക്ക് എന്ത് പറ്റും? n s സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്താക്കിയതാൻ പറ്റും? എസ് സ്ക്വയർ ഇൻറ്റു n s സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ നമ്മൾ n ബൈ സിഗ്മ സ്ക്വയർ ഓൾ റേസ് ടു n മൈനസ് 1 ബൈ 2 നമ്മൾ എന്തെടുത്ത് ഇങ്ങോട്ട് മാറ്റിയത്. ബാക്കി അവിടെ ഉണ്ടായി എസ് റേസ് ടു n മൈനസ് 1 ബൈ 2 മൈനസ് 1 ഉണ്ടാവുക അല്ലെ? ഇവിടുത്തെ n ബൈ സിഗ്മ സ്ക്വയർ ഓൾ റേസ് ടു n മൈനസ് 1 ബൈ 2 മൈനസ് 1 ഉണ്ട്. ഒരു മൈനസ് 1 എന്താക്കി മാറ്റി ഇതായിട്ട് ക്യാൻസൽ ചെയ്തു. ബാക്കി n ബൈ സിഗ്മ സ്ക്വയർ ഓൾ റേസ് ടു n മൈനസ് 1 നമ്മൾ ഇതായിട്ട് ആഡ് ചെയ്ത് നമ്മൾ ഈ രൂപത്തിലേക്ക് മാറ്റി അയച്ചത്. ദെൻ അവിടെ എന്താണ്ടാവുക? എസ് റേസ് ടു എസ് സ്ക്വയർ ഓൾ റേസ് ടു n മൈനസ് 1 ബൈ 2 മൈനസ് 1. അത് നമ്മൾ അതുപോലെ അവിടെ ഇല്ല. വേർ 0 less than or equal to s square less than or equal to infinity. That is f of s square. By probability density function of the sample mean equal to sample variance s square equal to n by 2 sigma square all raised to n minus 1 by 2 divided by gamma n minus 1 by 2 e raised to minus ns square by 2 sigma square into s square all raised to n minus 1 by 2 minus 1 where 0 less than or equal to s square less than or equal to infinity. This is the sampling distribution of s square. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് നമ്മുടെ എസ് സ്ക്വയറിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. ഇത് നമ്മൾ കറസ്പോണ്ടിങ് മീൻ ഈക്വൽ ടു നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ ഈക്വൽ ടു n മൈനസ് 1 ബൈ 2 ഓൾ
into sigma square. Variance of s square equal to 2 into n minus 1 by n square into sigma raised to 4. Standard deviation of s square equal to root of 2 sigma square into n minus 1 by 2 into sigma square n minus 1 by n square. We see that if the independent of random variables xi have the same normal distribution, then the joint ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ ഈക്വൽ ടു 2 into n minus 1 by n square sigma raised to 4 അല്ലേ. ഇതിന്റെ സ്ക്വയർ റൂട്ടല്ല നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എസ് സ്ക്വയർ എന്തായാലും സ്ക്വയർ റൂട്ട് ഓഫ് 2 into sigma raised to 4. ഇവിടെ സിഗ്മ സ്ക്വയർ അല്ല, സിഗ്മ raised to 4 into n minus 1 by n square ആക്കി മാറ്റാം. ഇപ്പോൾ ഇവിടെ സിഗ്മ സ്ക്വയർ ഉള്ളത് സിഗ്മ raised to 4 ആക്കി മാറ്റാം. Okay, then we have the if the independent random variables xi have the same normal distribution, then the joint density of random variables x bar and s square is the product of the densities of this random variable. Therefore, x bar and s square are independent random variables. X bar and s square എന്തായിരിക്കും independent random variables ആയിട്ട്. x bar എന്താണ് സാമ്പിൾ മീൻ ആണ്, s square ആണ് സാമ്പിൾ വേരിയൻസ് ആണ്. അതായത് xi കൾ എന്ന് പറഞ്ഞിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്, അതെല്ലാം ഇൻഡിപെൻഡന്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് xi കൾ. അതായത് മ്യൂ സിഗ്മ സ്ക്വയർ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾസ് ആണ് xi കളെല്ലാം. അങ്ങനെയാണ് എങ്കിൽ എക്സ് ബാർ ആൻഡ് എസ് സ്ക്വയർ എന്തായിരിക്കും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. xi കളൊക്കെ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിന്റെ സാമ്പിൾ മീനും സാമ്പിൾ വേരിയൻസും എന്തായിരിക്കും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ.